3 പതിറ്റാണ്ടിലേറെ ചർച്ച ചെയ്ത് നടപ്പാക്കുകയും ഒരു തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കുകയും ചെയ്ത ഒരു ഭരണ സംവിധാനമുണ്ട് കേരളത്തിൽ. സംസ്ഥാനത്തെ അധികാര വികേന്ദ്രീകരണ ചരിത്രത്തിൽ ഏകദേശം 30 വർഷം മുൻപ് നടന്ന സംഭവമാണിത്. 1991 കേരളത്തിൽ നടപ്പിലാക്കിയ ജില്ലാ കൗൺസിലാണ് ഒരു തവണ മാത്രം നിലവിൽ വന്ന് അവസാനിച്ച ഭരണ സംവിധാനം. ജില്ലാതലത്തിൽ ഭരണാധികാരം ജനപ്രതിനിധികൾക്ക് കൈമാറാൻ നടത്തിയ ആദ്യത്തെ വലിയ പരീക്ഷണത്തെക്കുറിച്ചാണ് ഇന്നത്തെ പോൾപോട്ടിൽ. സ്വാഗതം. 1979 കേരള ജില്ലാ ഭരണ നിയമം അടിസ്ഥാനമാക്കിയാണ് ജില്ലാ കൗൺസിൽ രൂപീകരിച്ചത്. എന്നാൽ ദീർഘകാലം ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. 1987 അധികാരത്തിൽ വന്ന EK നായനാർ സർക്കാരാണ് ഈ നിയമത്തിന് ജീവൻ നൽകിയത്. 1991 ജനുവരി 29 കേരളത്തിൽ ആദ്യ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഓരോ ജില്ലയെയും ഡിവിഷനുകളാക്കി തിരിച്ച് നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ കണ്ടെത്തിയിരുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് ഒരാളെ ചെയർമാനായും ഒരാളെ വൈസ് ചെയർമാനുമായും തെരഞ്ഞെടുത്തു. ജില്ലാ കളക്ടറായിരുന്നു കൗൺസിലിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി. എന്നാൽ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിനായിരുന്നു. ജില്ലാ കൗൺസിലുകൾക്ക് വിപുലമായ അധികാരങ്ങളാണ് ഇത് വിഭാവനം ചെയ്തിരുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജില്ലാതലത്തിൽ ഇത്രയധികം അധികാരം ജനപ്രതിനിധികൾക്ക് നൽകിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. ജില്ലാ ഗവൺമെന്റ് എന്ന ആശയത്തിന് ഈ സംവിധാനം തുടക്കമിട്ടു. ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ 14 ജില്ലകളിൽ 13ലും LDF അധികാരം പിടിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന EK നായനാരും നേതൃത്വവും കണക്കുകൂട്ടി. ഇതോടെ 1992 മെയ് മാസം വരെ കാലാവധി ഉണ്ടായിരുന്ന നിയമസഭ ഒരു കൊല്ലം മുൻപേ പിരിച്ചുവിട്ടു. തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കുന്നതിനിടെ 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ച് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ സ്ഥിതി ആകെ മാറിമറിഞ്ഞു. രാജ്യത്തുടനീളം വീശിയടിച്ച സഹതാപ തരംഗം കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായി. പിന്നീട് K കരുണാകരൻ മുഖ്യമന്ത്രിയായി 1991 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന UDF സർക്കാർ മുൻ സർക്കാർ സ്വീകരിച്ച വികേന്ദ്രീകരണ പദ്ധതികളെ പതുക്കെ കൈയൊഴിയാൻ തുടങ്ങി. 1992 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം 1994 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടെ ജില്ലാ കൗൺസിലുകൾക്ക് പകരം ജില്ലാ പഞ്ചായത്തുകൾ നിലവിൽ വന്നു. ചുരുക്കത്തിൽ ഇന്നത്തെ അധികാര വികേന്ദ്രീകരണത്തിനും ജനകീയ ആസൂത്രണത്തിനും അടിത്തറ പാകിയ സംവിധാനമായിരുന്നു 1991 ജില്ലാ കൗൺസിലുകൾ.